ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് നമ്മുടെ കൺട്രോളിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത് എന്തുവാ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒത്തിരി പേരെ അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ട്രൈ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നതെന്നറിയണ്ടേ? ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അതായത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാറില്ല. ഒത്തിരി കാര്യങ്ങൾ ചിന്തയാണ്. ഓക്കെ, ഇപ്പോൾ ലവേഴ്സ് ഉള്ളവരാണെങ്കിൽ അവൻ മിണ്ടിയില്ലെങ്കിൽ വിഷമം, അവൻ പിന്നെ മെസ്സേജ് അയച്ചില്ലെങ്കിൽ വിഷമം, മെസ്സേജ് റീഡ് ചെയ്തില്ലെങ്കിൽ വിഷമം. ഫാമിലി ഉള്ളവരാണെങ്കിൽ ഫാമിലി സംബന്ധിച്ച് കാശ് സംബന്ധമായ പ്രശ്നം. ഇതൊന്നും അല്ലെങ്കിലും കാരണങ്ങളൊന്നുമില്ലാതെ നമ്മൾ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആകാറില്ലേ? അതിൽ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്തി നോക്കാം. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു പേപ്പറും പേനയും എടുത്ത് നമ്മുടെ ബെഡിനടുത്ത് വെച്ചിട്ട് കിടക്കുക. അതിനുശേഷം രാവിലെ എണീറ്റുടനെ ഈ പേപ്പറും പേനയും എടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ നമ്പർ ഇട്ട് 1 by 1 ആയിട്ട് നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാണോ വരുന്നത് ആ കാര്യങ്ങൾ എഴുതുക. അത് നല്ലതും മോശവുമായ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഞാൻ PSC നോക്കുന്ന ആളാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മാനസികമായിട്ടും എനിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷേ എൻ്റെ മൈൻഡ് അതിന് വില്ലിങ് അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ നിങ്ങളുടെ മൈൻഡ് ഓക്കെ അല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്തകൾ കടന്നു വരാറില്ലേ? ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത, ഇല്ലെങ്കിൽ നാളെ എന്താവുമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ പേപ്പറിൽ എഴുതാം. നമ്മുടെ കൈ, നമ്മുടെ പേന, നമ്മുടെ പേപ്പർ, നമുക്കിഷ്ടമുള്ള എഴുതാം. അങ്ങനെ 1 by 1 ആയിട്ട് എഴുതുക. നിങ്ങൾ നമ്പറിട്ട് എഴുതി വരുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. പിന്നെ ആകുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ചിന്തകളുടെ എണ്ണം കുറയാൻ തുടങ്ങും. പിന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ അല്ലെങ്കിൽ ബ്ലാങ്ക് ആയൊരു സിറ്റുവേഷനിൽ ചെന്ന് നിൽക്കും. അതായത് ചിന്തകളൊന്നും തന്നെ ഇല്ല, ചിന്തിക്കാനായിട്ടൊന്നും തന്നെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലെത്തും നമ്മുടെ മൈൻഡ്. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ പേജ് എടുക്കുക. ഇത് നമ്മൾ ഡെയിലി റൊട്ടീനാണ് ചെയ്യേണ്ടത്. മിനിമം ഒരു 15 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇത് അപ്പുറത്തെ പേജ് എടുക്കുക. പേജ് എടുത്തിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഒന്നിടുക, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ഒരു എക്സാം, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന എക്സാം ഏതാ? സെക്രട്ടേറിയറ്റ്, OA, മെയിൻസ് എക്സാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രിലിംസ് കിട്ടിയ ആളാണ് എങ്കിൽ മെയിൻസ് എക്സാം, നമുക്ക് പ്രിലിംസിൻ്റെ വേറെ എക്സാമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടി നോക്കാം. ഇല്ലെങ്കിൽ OA എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളാണെങ്കിൽ അത് വേണ്ടി നോക്കാം. ഇല്ല, ഒന്നുമല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയാസിനെ പറ്റി നമുക്കിതിൽ നോട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡ്രീമിനെ സംബന്ധിച്ച് എന്തും നമുക്കിവിടെ നോട്ട് ചെയ്യാം. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇങ്ങനെ ഡെയിലി നമ്മൾ പേപ്പർ എടുക്കുക. 2 സൈഡിലും നമ്മുടെ തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സും എഴുതുക. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പോസിറ്റീവ് തോട്ട്സും പിന്നെ നമ്മുടെ ഗോൾസും സെറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 15 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയ കാര്യം മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ
പറയുക. ഓക്കെ, താങ്ക് യു.